ഹലോ സുഹൃത്തുക്കളെ, ഇത് ഒരു പടുതാക്കുളമാണ്. അപ്പോൾ ഏകദേശം ഒരു 22 അടി നീളം, 15 അടി വീതി, 9 അടി താഴ്ചയുള്ളൊരു പടുതാക്കുളമാണ്. അപ്പോൾ ഇത് ഈ വേനൽക്കാലം ആയതുകൊണ്ട് ഏലത്തിന് ഒക്കെ വെള്ളം ഒഴിക്കാനുള്ളത് കൊണ്ട് അനേക ആളുകൾ ഇപ്പം ഇങ്ങനെയുള്ള കുഴികൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കണക്ക് കൂട്ടി കഴിയുമ്പോൾ ഏകദേശം ഒരു 80-86 ലിറ്റർ വെള്ളം ഇതിനകത്ത് കൊള്ളുന്നുണ്ട്. പക്ഷെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ പടുതയെക്കുറിച്ചാണ്. ഉണ്ടോ, ഇത് XPRT എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ പടുതയാണ്. നല്ല ക്വാളിറ്റി ഉള്ള പടുതയാണ്. 200 GSM പടുതയാണ്. ഡബിൾ ലെയറാണിത്. ഇതിൻ്റെ ഉൾവശം ഉണ്ടോ, ഇതൊരു സിൽവർ കളറാണ്. പക്ഷേ ഇതിൻ്റെ പുറമെ നമുക്ക് ബ്ലാക്ക് കളറാണ്. അപ്പോൾ ഡബിൾ ലെയർ പടുതയാണ്. 200 GSത്തിൻ്റെ 200 GS ഉണ്ട്, 250 GS ഒക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇത് 200 GS മതി കേട്ടോ. നമുക്ക് ഒരുമാതിരിപ്പെട്ട ആളുകൾക്കെല്ലാം നമുക്ക് ഇതുണ്ടോ, ഇത് പുറവശം, ഇത് അകവശം ഉണ്ടോ, വ്യത്യാസം കണ്ടോ, ഇതാണ്. അപ്പോൾ ഈ പടുത ഇതിനു മുമ്പ് പല ആളുകളും ഉപയോഗിച്ചിട്ടുണ്ട്. വർഷങ്ങളായിട്ട് ഈ പടുത ഉപയോഗിച്ച് വെള്ളം പിടിച്ചിട്ട് യാതൊരു കുഴപ്പമില്ലാതെ ആളുകൾ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. വളരെ നല്ലൊരു പടുതയാണിത്. അപ്പോൾ എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ട്. തന്നെയല്ല, ഇവിടെ അടുത്തൊത്തിരി പേര് വാങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തൊരു അദ്ദേഹം വാങ്ങി ഇട്ടതാണ് ഈ പടുത. 200 GS ഉണ്ട്, 250 GS ഉണ്ട്, 300 GS ഉണ്ട്, ഇതൊക്കെ അവൈലബിളാണ്. പക്ഷെ നമ്മൾ പടുത വാങ്ങുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. ഡബിൾ ലെയർ പടുതയാണിത്. മറ്റതെല്ലാം സിംഗിൾ ലെയർ ആയിരിക്കും നമ്മൾ ബാക്കി ഒക്കെ വാങ്ങുമ്പോൾ. പക്ഷേ ഇതാണ് ഡബിൾ ലെയർ. ഇത് നമുക്ക് വളരെ പ്രയോജനം ചെയ്യും. നല്ല പ്രൊഫഷണലായിട്ട് തന്നെ ഈ പടുത ഇട്ടിട്ടുണ്ട്. വെള്ളം നിറച്ചിട്ടില്ല, അതൊക്കെ അറിയാലോ, കാണുമ്പോൾ അറിയാലോ. അപ്പോൾ ഈ പടുത ഇടുന്നതിന് മുമ്പ് ഈ പടുത ഡാമേജ് ആകാതിരിക്കാൻ കൊണ്ട് അതിന് ആദ്യമേ ഇതുപോലൊരു ബ്ലാക്ക് ഇതുണ്ട്, പ്ലാസ്റ്റിക്, കറുത്ത പ്ലാസ്റ്റിക്, കറുത്തത് വേണം നിർബന്ധമില്ല, എനിക്കിഷ്ടമുള്ള പ്ലാസ്റ്റിക്, ഒരു ലെയർ മൊത്തത്തിൽ ഇതിനകത്ത് ഇട്ടു. എൻ്റെ ആ തറ ലെവലിലിട്ടു. ഇതിൻ്റെ സൈഡെല്ലാം അങ്ങനെയുള്ള പടുത വെച്ച് ഇട്ടിട്ടതിന് ശേഷം, പടുതയല്ല അത് പ്ലാസ്റ്റിക്കോ അതല്ലെങ്കിൽ നമുക്ക് ഷെയ്ഡ് നെറ്റോ ഉപയോഗിച്ച് ഇങ്ങനെയൊന്ന് മൊത്തത്തിലിട്ടു. അതിന് പുറമെയാണ് ഇട്ടിരിക്കുന്നത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പടുതയ്ക്ക് ഒരു തരത്തിലും ഡാമേജ് വരരുത് എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇപ്പോൾ അങ്ങനെ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് പടുതയിട്ടിട്ട് ഇനി വെള്ളം നിറയ്ക്കുക, അത്രേ ഉള്ളൂ കാര്യങ്ങൾ. പിന്നെ ഈ വെള്ളം നിറച്ച് കഴിയുമ്പോൾ വെള്ളം നമ്മൾ ഏതായാലും ടോപ്പ് വരെ നിറയ്ക്കരുത്. സാധാരണയായിട്ട് നിറച്ചതിനകത്ത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ സാധാരണയായിട്ട് ഒരടി താഴ്ചയാണ് നിർത്താറുള്ളത്. ഇപ്പം നമ്മൾ ഏതായാലും പടുതാക്കുളം ഉണ്ടാക്കുകയല്ലേ. ഈ പടുതാക്കുളം ഉണ്ടാക്കി കഴിയുമ്പോൾ ആ പടുതയിലെ വെള്ളം ചുമ്മാ വെറുതെ കിടക്കുകയാണല്ലോ. അപ്പോൾ അത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ കൊണ്ട് വളരെ എണ്ണം കുറച്ച് നമുക്ക് മത്സ്യത്തെ നിക്ഷേപിക്കാം. ഞാൻ അങ്ങനെ പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മത്സ്യത്തെ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ മത്സ്യം കിടക്കുന്ന വെള്ളത്തിന് ഒത്തിരി പ്രത്യേകതയുണ്ട്. നൈട്രജൻ്റെ അളവ് വെള്ളത്തിൽ കൂടുതലായിരിക്കും. മത്സ്യത്തിൻ്റെ കാഷ്ടവും മത്സ്യത്തിൻ്റെ ശരീരത്തിൽ നിന്ന് വരുന്ന ഒരു സ്രവവും എല്ലാം കൂടെ കൂടിയും ടോട്ടൽ നമുക്ക് നൈട്രജൻ്റെ അളവ് വളരെ കൂടിയ ഒരു വെള്ളം നമുക്ക് കിട്ടും. അത് ചെടികളുടെ വളർച്ചയ്ക്ക് വളരെ നല്ലതാണ്. അതുകൊണ്ട് പടുതാക്കുളം ഉള്ളവർ ശ്രദ്ധിക്കുക, അതിൻ്റെ അകത്ത് മത്സ്യങ്ങളിടുക. അപ്പോൾ മത്സ്യങ്ങളെ നമ്മളിപ്പോൾ ഒരു കൊമേഴ്ഷ്യലായിട്ട് അങ്ങനെ ചെയ്യണമെന്നില്ല. നമ്മുടെ കുളത്തിൻ്റെ വലിപ്പം അനുസരിച്ച് നമുക്ക് കുറേ മത്സ്യത്തിടാം. അപ്പോൾ ഞാൻ പറയട്ടെ, അതിനകത്ത് ഇപ്പം പ്രത്യേകിച്ച് ഒരു പരിചരണം കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം ഇതിനകത്ത് വീഴുന്ന പ്രാണികളും ഇതിനകത്ത് ഉണ്ടാകുന്ന പായലുണ്ടാവില്ല. സ്വാഭാവികമായിട്ട് വെയിലടിച്ച് കഴിയുമ്പോൾ ഇതിനകത്ത് ഫൈറ്റോ പ്ലാന്റ് എന്ന് പറയുന്ന ഒരു സൂക്ഷ്മ പായലുണ്ടാകും. ആ പായലൊക്കെ ഭക്ഷിച്ച മത്സ്യങ്ങൾ ജീവിച്ചോളും. അപ്പോൾ അല്ലെങ്കിൽ തോടുകളിലും കുളങ്ങളിലൊന്നും നമ്മളാരും തീറ്റ കൊടുക്കാൻ പോകുന്നില്ലല്ലോ, അല്ലേ. കണ്ടം, തോട്, കുളങ്ങളിലെല്ലാം മത്സ്യങ്ങളുണ്ട്. പക്ഷെ നമ്മളാരും അതിന് ഫീഡ് ചെയ്യുന്നില്ല. എങ്കിലും അത് വളരുന്നുണ്ട്. അതിൻ്റെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പ്ലാന്റുകളെല്ലാം ഭക്ഷിച്ച് വെള്ളത്തിൽ വീഴുന്ന ചെറു പ്രാണികളെയൊക്കെ ഭക്ഷിച്ച് ഇതങ്ങ് ജീവിച്ചോളും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിങ്ങനെ ആകുമ്പോൾ പോലും നമുക്ക് കുറച്ച് മത്സ്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുണം എന്താണെന്ന് വെച്ചാൽ അതിനെല്ലാം പിടിച്ച് വന്ന് മത്സ്യങ്ങളുടെ ഒരു ഇത് നമുക്ക് കിട്ടും. അതോടൊപ്പം തന്നെ ആ വെള്ളം ഏറ്റവും അധികമായിട്ട് മത്സ്യത്തെ ഇനിയിപ്പോൾ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, നമ്മുടെ ചെടികൾക്ക്, അതായത് ഏലം നനയ്ക്കാനൊക്കെ കൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഈ വെള്ളം പോഷക സമൃദ്ധമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നത് അതുപോലുള്ള മത്സ്യത്തെ ഇട്ട് നിങ്ങൾ ആ വെള്ളം യൂട്ടിലൈസ് ചെയ്യാൻ തന്നെ ശ്രമിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യും. മാത്രമല്ല, ഇതുപോലെ ക്വാളിറ്റിയുള്ള പടുതകൾ, ഇത് XPRT എന്ന് പറയുന്നൊരു കമ്പനിയാണ്. അതിൻ്റെ വെബ്സൈറ്റിൽ പരിശോധിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും അതിൻ്റെ മാനുഫാക്ചറിങ് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ കഴിയും. നാഷണൽ പെർമിറ്റ് ലോറിക്ക് ഉപയോഗിക്കുന്ന ധാരാളം പടുതകൾ ഈ കമ്പനി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, നാഷണൽ പെർമിറ്റ് ലോറിയിൽ ചരക്ക് പൊതിഞ്ഞുകൊണ്ട് പോകുന്ന അത് വളരെ കട്ടിയുള്ളത്, പെട്ടെന്ന് ഡാമേജ് ആകാത്ത പടുതയാണ്. അത് നൈലോൺ പടുതയാണ്. പക്ഷേ ഇത് പോളിത്തീൻ പടുത കേട്ടോ. നൈലോൺ പടുത അവൈലബിളാണ്, അത് നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ നൈലോണിൻ്റെ ആവശ്യമില്ല. നമ്മളിപ്പോൾ പടുതാക്കുളം മുളക്കുള്ള കുളം ഉണ്ടാക്കുമ്പോൾ ഒരു 200 GS അല്ലെങ്കിൽ 250 GSത്തിൻ്റെ പടുത ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ദീർഘകാലം നിലനിർത്താൻ കൊണ്ട് സാധിക്കും. പിന്നെ എനിക്ക് നിങ്ങളോട് ശുപാർശ ചെയ്യാനുള്ള സംഗതി, ഇപ്പം ഇങ്ങനെ പടുത ഇട്ടാലും നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ വെയിലടിക്കുന്ന ഭാഗമുണ്ട്, നോക്കി ഉണ്ടോ, അതിൻ്റെ അങ്ങേക്കര വെയിലടിക്കുന്നുണ്ട്.
അത് അവിടെ തെളിഞ്ഞ് കാണാൻ നിങ്ങൾക്ക്. ആ വെയിലടിക്കുന്ന ഭാഗത്ത് എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറമെ ഇതിൻ്റെ പുറമെ ഒരു ഷെയ്ഡ് നെറ്റില്ലേ, ഷെയ്ഡ് നെറ്റ് ഒരു 50% അല്ലെങ്കിൽ 80% ഏതെങ്കിലും ഇഷ്ടമുള്ള ഷെയ്ഡ് നെറ്റ് അതിൻ്റെ പുറമെ കീറിയിട്ട് ഒരു ലെയർ അതിൻ്റെ മുകളിലേക്ക് ഇടുക, ഈ പടുത കവർ ചെയ്ത്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ അങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വെയിൽ ഡയറക്റ്റായിട്ട് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോളിത്തീൻ പടുത സ്വാഭാവികമായിട്ട് കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് ലെയറായിട്ട് പൊളിയും. ഇതിപ്പോൾ ഡബിൾ ലെയറാന്ന് പറഞ്ഞില്ലേ, ഇത് വേറെ ലെയറുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഈ ലെയർ ഓരോന്നോരോന്നായിട്ട് ചെറിയതായിട്ട് കനം കുറഞ്ഞ് ബ്ലേഡിൻ്റെ കണത്തിൽ പൊളിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതിനേക്കാൾ നല്ലത് നമ്മൾ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കിടക്കുന്ന ഭാഗത്ത് കുഴപ്പമില്ല, വെള്ളത്തിൻ്റെ ലെവൽ എത്രത്തോളം നമ്മൾ ഇടുന്നുണ്ടോ അതിന് മുകളിലേക്കുള്ള ഭാഗം മാത്രം ഡയറക്റ്റായിട്ട് വെയിലടിക്കുന്ന ഭാഗം മാത്രം ഷെയ്ഡ് നെറ്റ് കൊണ്ട് കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പടുത വർഷങ്ങളോളം നിലനിർത്താൻ പറ്റും. ഒരു പക്ഷേ 10, 12 അല്ലെങ്കിൽ 15 വർഷം നമുക്ക് നിലനിർത്താൻ തക്കണം കഴിയും. അതാണ് അതിൻ്റെ ഗുണം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത് ബുദ്ധിപൂർവ്വമായിരിക്കും. അപ്പോൾ ഞാനിങ്ങനെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം എനിക്ക് ധാരാളം പടുതാക്കുളങ്ങളുണ്ട്. ധാരാളം എന്ന് പറയുന്നത് മത്സ്യക്കുളത്തിന് വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ ഏലം കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ ഒത്തിരി പടുതകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള സംഗതി എൻ്റെ പടുതകൾ 8 വർഷം 10 വർഷമൊക്കെ ആയ പടുതയുണ്ട്, 200 GSൻ്റെ ഒരു ഡാമേജും ഇല്ലാതെ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് ഞാനിപ്പോൾ ഈ ആദ്യമേ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ലെയർ ഇടുന്നത് ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ഇതുണ്ടോ, ഇത് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ലെയർ ഇത് ഇടുന്നതിന് മുമ്പായിട്ട് ഞാനിതിൻ്റെ ഈ കുഴി ഫിനിഷ് ചെയ്തിട്ട് ഈ ഉറുമ്പുപൊടിയില്ലേ, ഉറുമ്പുപൊടി ജമ്പ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതല്ലെങ്കിൽ ഉറുമ്പുപൊടി ഞാൻ മൊത്തത്തിലൊന്ന് തൂളി അതിൻ്റെ വക്കിക്കൂടെ വക്കും അതിൻ്റെ പരിസരങ്ങളിൽ ഇങ്ങനെ ഈ പടുത എവിടെയൊക്കെ വരുന്നുണ്ട് ആ ഭാഗങ്ങളെല്ലാം ഉറുമ്പുപൊടി തൂളിയിട്ട് ഞാൻ പിന്നെ ഈ പ്ലാസ്റ്റിക് ഇട്ടു, അതിന് പുറമെയാണ് പടുത ഇട്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒരു അന്തരീക്ഷം, അതായത് ആ ഉറുമ്പുപൊടിയുടെ സ്മെല്ലും ആ ഒരു ഇതുണ്ടല്ലോ അത് അതിൻ്റെ അകത്തുനിന്ന് പോകത്തില്ല. കാരണം പടുത പിന്നെ കവർ ഇട്ട് നിൽക്കുകയല്ലേ. അപ്പോൾ ഉറുമ്പിൻ്റെ ആക്രമണമോ എലിയുടെ ആക്രമണമോ ഉണ്ടാകുന്നില്ല. അപ്പോൾ സാധാരണയായിട്ട് കർഷകർ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എലി വെട്ടിക്കളയുന്നുള്ളതാണ്. നമ്മൾ വെള്ളമില്ലാത്ത ഭാഗത്ത് സ്വാഭാവികമായിട്ട് എലി വെട്ടും. അപ്പോൾ എലി വെട്ടുന്നതിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കാര്യങ്ങൾ ചെയ്യുക. ഒന്നെങ്കിൽ DDT അവൈലബിൾ അല്ല, അതിന് സമാനമായിട്ടുള്ള സംഭവങ്ങൾ അവൈലബിൾ ആണ്. അതായത് ഉറുമ്പുപൊടി കണക്കുള്ള സംഖ്യയിലുണ്ട് ഉറുമ്പിനെ പ്രതിരോധിക്കാനുള്ളത്. അപ്പോൾ അത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറുമ്പിൽ നിന്നും എലിയിൽ നിന്നും സംരക്ഷിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ പടുത നമുക്ക് ദീർഘകാലം നിലനിർത്താൻ തക്കണം കഴിയും. അപ്പോൾ ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ടിപ്സ് ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് ഇതിലൂടെ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വലിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് കാണാം. അതുവരെ ഗുഡ് ബൈ.